നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഏത്തപ്പഴം വെച്ചുള്ള പച്ചടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു നല്ല പച്ചടിയാണ് ഈ ഏത്തപ്പഴം പച്ചടി. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് പച്ചടി ഉണ്ടാക്കാനായിട്ട്. 4 ടേബിൾ സ്പൂൺ തേങ്ങ വേണം, 1/2 സ്പൂൺ ജീരകം വേണം, 1 പച്ചമുളക് വേണം, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് കടുക് വറുക്കുമ്പോഴും വേണം, അതേപോലെ തന്നെ പച്ചടിയുടെ അരപ്പിനും വേണം. കടുക് വേണം. കടുകും ഈ പറഞ്ഞ പോലെ നമുക്ക് താളിക്കുമ്പോഴും വേണം, അതേപോലെ തന്നെ പച്ചടി വയ്ക്കുമ്പോൾ നമ്മളൊന്ന് ചതച്ചെടുക്കും, അതിനും വേണം കടുക്. 1 കപ്പോളം തൈര് വേണം. താളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വറ്റൽമുളക് എടുക്കാം. ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഏത്തപ്പഴം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് തേങ്ങ, അതിലേക്ക് 1 പച്ചമുളക്, ഒരു 3 ചുവന്നുള്ളി, 1/2 സ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് നല്ലതായിട്ട്, അതായത് നല്ല വെണ്ണ പോലെ അരയണം. പച്ചടിക്കും പുളിശ്ശേരിക്കും ഒക്കെ നന്നായിട്ട് അരിയണം, അതായത് ആ തേങ്ങയുടെ തരിതരിപ്പ് ഉണ്ടാവാനേ പാടില്ല. അങ്ങനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു ലേശം വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് ചതച്ചിങ്ങെടുത്തേക്കുക. കടുക് ഒരുപാട് അങ്ങ് അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു തവി വെച്ച് നമുക്ക് എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിക്കകത്ത് കുറച്ച് അരപ്പ് കാണും, അതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അതും ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ചട്ടിക്കകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്ത് വെച്ച ഈ ഏത്തപ്പഴം നന്നായിട്ട് ആറി കഴിയുമ്പം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിക്കകത്തിട്ട് അടിച്ച തൈരല്ല, കട്ട തൈര് സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ. അത് നമുക്ക് ഈ പച്ചടിക്കകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കപ്പിന് അളക്കാൻ പോകണമെന്നില്ല, നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് തൈര് ചേർത്ത് കൊടുത്താൽ മതി. തൈര് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും മുളകും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ചുവന്നുള്ളിയും കൂടെ ചേർത്ത് താളിച്ച് നമുക്ക് ഈ കൂട്ടിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത്തപ്പഴം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.